നമസ്കാരം മക്കളെ, ഒരു ചോദ്യം പരിചയപ്പെട്ടാലോ? നോക്കിയേ നിങ്ങൾ, നയനമനോഹരമായ കാഴ്ചകൾക്ക് ഉദാഹരണമാണ് 12 വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞി പൂക്കൾ. നീലക്കുറിഞ്ഞി പൂത്ത വാർത്ത ദിനപത്രത്തിൽ വന്നാൽ എങ്ങനെ ഉണ്ടാകും? എഴുതി നോക്കൂ. അപ്പൊ നീലക്കുറിഞ്ഞി പൂത്ത വാർത്ത എങ്ങനെയാണ് ഒരു പത്രവാർത്തയായി എഴുതുക എന്നാണ് പറയുന്നത്. ഒരു പത്രവാർത്ത എന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഒന്ന്, പത്രവാർത്തയ്ക്ക് തലക്കെട്ടുണ്ടായിരിക്കണം, സ്ഥലം എവിടെയാണെന്ന് പറയണം, അതുപോലെ കഴിഞ്ഞുപോയ രീതിയിലുള്ള വാർത്താ അവതരണമായിരിക്കണം നമ്മൾ നൽകേണ്ടത്. കഴിഞ്ഞുപോയ രീതിയിലായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്? പത്രവാർത്ത കൊടുക്കേണ്ടത്. പ്രധാന സംഭവം, വ്യക്തി എന്നിവ എന്ത് ചെയ്യണം? എന്നിവ പറഞ്ഞിരിക്കണം. ലേ ഔട്ട് മക്കൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ പത്രവാർത്ത എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒരു ബോക്സിനകത്തേക്ക് മാറ്റണം. അതുപോലെ വലിയ വാർത്തകൾക്ക്, അതായത് തലക്കെട്ട് കൊടുക്കുമ്പോൾ അത് വലിയ അക്ഷരത്തിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ബാക്കിയൊക്കെ എന്താ നോർമൽ ആയിട്ടുള്ള അക്ഷരത്തിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വാർത്ത നിങ്ങൾക്ക് വേണ്ടി എഴുതി സെറ്റാക്കി തന്നിട്ടുണ്ട്. നോക്കിയാൽ നിങ്ങൾ, മൂന്നാർ മലനിരകളെ നീലയണിയിച്ച് നീലക്കുറിഞ്ഞു പൂത്തു. അപ്പൊ അതാണ് നമ്മുടെ തലക്കെട്ട്. അത് വലുതാക്കി എഴുതുക. അപ്പം വാർത്ത വായിക്കാനുള്ള ഒരു കൗതുകം കൂടി തലക്കെട്ട് വായിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യണം? ഉണ്ടാവണം. മൂന്നാർ സ്ഥലം എന്ത് ചെയ്തു? പറഞ്ഞു, കോളനിട്ടു. പ്രകൃതി കാത്തുവെച്ച മഹാത്ഭുതത്തിന് സാക്ഷിയാകാൻ മൂന്നാർ മലനിരകൾ ഒരുങ്ങി. 12 വർഷങ്ങളുടെ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് രാജമലയും കാന്തല്ലൂരും ഉൾപ്പെടെയുള്ള പശ്ചിമഘട്ട മലനിരകളിൽ നീലക്കുറിഞ്ഞികൾ വ്യാപകമായി പൂത്തുലഞ്ഞു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പെയ്ത വേനൽമഴയ്ക്ക് പിന്നാലെയാണ് മൊട്ടക്കുന്നുകൾ കൂട്ടത്തോടെ നീല നിറത്തിലേക്ക് വഴിമാറിയത്. അടുത്ത 3 മാസക്കാലം ഈ നീലവസന്തം നീണ്ടു നിൽക്കുമെന്നാണ് വനം വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. അവസാനമായി ഇത്രയും വിപുലമായ രീതിയിൽ കുറിഞ്ഞു പൂത്തത് വർഷങ്ങൾക്ക് മുൻപാണ്. അതിനാൽ തന്നെ ഇത്രയും റെക്കോർഡ് സഞ്ചാരികൾ എത്തുമെന്നാണ് ടൂറിസം വകുപ്പിന്റെ കണക്കുകൂട്ടൽ. ഈ രീതിയിൽ വാർത്ത സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മുടെ ഫാസ്ടാഗ് ബാച്ചിനകത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. റെക്കോർഡ് ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് കണ്ടത് ആസ്വദിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ടീച്ചേഴ്സുമായിട്ടുള്ള സൂം ക്ലാസ്സുകൾ ഉണ്ടാവും, വാട്സപ്പ് ഡൗട്ട് ക്ലിയറൻസുകൾ ഉണ്ടാവും. ഇങ്ങനെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമുള്ളത് അതൊക്കെ നിങ്ങൾക്ക് ഫാസ്ടാഗ് ബാച്ചിലൂടെ ലഭിക്കുന്നു. നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ് മക്കളെ. അപ്പോൾ ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യുന്ന മക്കളോട് പറയാനുള്ളത്, നമ്മൾ ഡിസംബർ മാസം എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് ജനുവരി ഫെബ്രുവരി മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്? പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ എന്ത് ചെയ്യും? റിവിഷൻ നമ്മൾ തുടങ്ങും. ആ രീതിയിലാണ് നമ്മുടെ ബാച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം? പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പഠിക്കാൻ വേണ്ടി മക്കൾ എന്ത് ചെയ്യുക? ഫാസ്ടാഗ് ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ കൊടുത്തിരിക്കുന്നു. താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്നു. അത് ഒരു ഗൂഗിൾ ഫോം ആണ്. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് ആ ബാച്ചിനകത്തേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.